വെറും 18 ലക്ഷം രൂപക്ക് 980 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീട് വരുന്നത്. അതും വെറും 5 സെന്റ് സ്ഥലത്ത്. നമ്മുടെ ഈ വീടിന്റെ പ്ലാനിലെ പക്കാണ് കേട്ടോ. മാക്സിമം സ്പേസ് നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ കിച്ചണും ഹോളും അതുപോലെ തന്നെ റൂംസ് ഒക്കെ നല്ലോണം സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 18 ലക്ഷത്തിന് ഇത്രയും അടിപൊളിയായിട്ടൊരു കിച്ചണോ? ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ വരുന്ന വീടുകളല്ലേ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെറും 18 ലക്ഷം രൂപക്ക് 5 സെന്റ് സ്ഥലത്ത് 980 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണ് കേട്ടോ. അതും 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് വരുന്നത്. വളരെ ഒതുങ്ങിയ ഡിസൈനിൽ സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ വരുന്ന ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് പുറത്തൂരുള്ള റഫീഖ് മുംതാസ് ദമ്പതികളുടെ വീടാണ്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. വീടിന്റെ പ്ലാൻ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന നമ്മുടെ ഈ വീടിന്റെ ബോർഡേഴ്സും അതുപോലെ തന്നെ ഷോവാളൊക്കെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് വരികയാണെങ്കിൽ 3 വശത്തായിട്ടും ജിയായിൽ ഇതേ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ദേ നമ്മുടെ ഷോവാളിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബോക്സ് ടൈപ്പിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു വിൻഡോനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് 2 വശത്ത് വരുന്ന ആ ഒരു ബോർഡറിലായിട്ടും വൈറ്റിൽ ഇതേ ബ്ലൂ ഷെയ്ഡിൽ ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഗാർഡൻ സ്പേസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന തരത്തിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഈ ഒരു ഹോളിന്റെയും സിറ്റ് ഔട്ടിന്റെയും കൂടി നടുക്ക് വരുന്ന ആ ഒരു സ്പേസിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു കാർപോച്ചിന്റെ ആ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പരഗോള ഗ്ലാസ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിലായിട്ട് നീളത്തിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ ആ ഒരു ബോർഡറിലായിട്ടും സ്റ്റെപ്പിലായിട്ടും ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ 2 പില്ലേഴ്സ് കൊടുത്തിട്ട് സിറ്റിംഗ് ഏരിയ ചെയ്തിട്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. 298-180 സൈസിലാണ് കേട്ടോ ഈ സിറ്റ് ഔട്ട് വരുന്നത്. നമ്മുടെ പില്ലറിലേക്ക് വരികയാണെങ്കിൽ 4 വശത്തായിട്ടും ഒരു കോപ്പർ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 4 വശത്തായിട്ടും ഇതുപോലെ ഒരു ഗോൾഡൻ ലീഫ് ഡിസൈൻ വരുന്നുണ്ട്. ബോർഡറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ പെയിന്റിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ മെയിൻ സ്റ്റെപ്പിനോട് ചേർന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നീളത്തിലായിട്ടും ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. അതിന് ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 വശത്തായിട്ട് വരുന്ന സിറ്റിംഗ് ഏരിയയിലായിട്ടും ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് മഹാഗണി വുഡിൽ ചെയ്തിട്ടുള്ള ഒരു ചെയർ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് ബാക്ക് ബോളിലായിട്ട് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ 4 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. മഹാഗണി വുഡിൽ തേക്കിന്റെ ഡിസൈനിലാണ് വരുന്നത്. കൂടാതെ ഇതുപോലെ സ്റ്റീലിന്റെ ഡിസൈൻ വരുന്നുണ്ട്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഡോറിന് മുകളിലേക്ക് വരുമ്പോൾ മാഷാ അല്ലാഹ് എന്നൊക്കെ എഴുതി ഇതുപോലത്തെ ഒരു അറബിക് കാലിഗ്രഫിയും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. 546-295 സൈസിലാണ് കേട്ടോ ഈ ഹോള് വരുന്നത്. അകത്തേക്ക് കയറി വരുമ്പോഴേ നമ്മൾ വലിയൊരു ഹോളിലേക്കാണ് കേട്ടോ എത്തുന്നത്. ഇവിടെ ലിവിംഗ് ഡൈനിങ് എന്നുള്ള പ്രത്യേകിച്ച് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ലേ. ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് വുഡിന്റെ ഒരു 3 സീറ്റർ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് അതിനോട് മാച്ച് ആവുന്ന തരത്തിൽ ഒരു ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ബാക്ക് വോളായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. അതിന്റെ 2 വശത്തായിട്ടും ഇതുപോലെ ഷോക്കേസിങ്ങിനൊക്കെ പറ്റുന്ന രീതിക്ക് 2 നിഷ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് വന്നിട്ട് നല്ലൊരു ഡിഫറെന്റ് ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു മിറർ ആയാലും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ മുകളിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ നമ്മുടെ വാഷ് ബേസിൻ വരുന്നത്. താഴെ ബോക്സ് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല നമ്മൾ അവിടെ നിന്ന് നോക്കി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒരു ഷോക്കേസിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനുള്ളിലായിട്ടും സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. കൂടാതെ നല്ല അടിപൊളിയായിട്ട് ഷോക്കേസിംഗ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ കാണുന്ന ഒരു ഭാഗം ഇത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്.
ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ഒതുങ്ങിയ ടൈപ്പിൽ വരുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പാർട്ടീഷൻ ഒന്നും വരുന്നില്ലെങ്കിലും നമ്മുടെ സീലിംഗിൽ ജസ്റ്റ് ഒരു ബോർഡർ വന്നിട്ട് അതിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എക്സ്റ്റീരിയറിനും ഇന്റീരിയറിനും ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ ഈ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ ഈ വോളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പുറകിലായിട്ട് നോക്കുകയാണെങ്കിൽ ഹാളിലെ കോമൺ ബാത്റൂമും കാണാം. ശേഷം അവിടുന്ന് നമ്മൾ ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ മറ്റേ 2 ബെഡ്റൂംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അപ്പൊ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ലേ. അപ്പൊ ആദ്യം നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 330 270 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യത്തിൽ വരുന്ന ഒരു കുഞ്ഞു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ ഫർണിച്ചേഴ്സ് ഒന്നും കാര്യമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ 2 ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്, കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആയിട്ട് ഒരു അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ശേഷം ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട്. അപ്പൊ ഹോളിലെ ഈ ബാത്റൂം നോക്കുകയാണെങ്കിൽ 210 130 സൈസിലാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കോർണറിലായിട്ട് തന്നെ വാഷ് ഏരിയന്റെ യൂണിറ്റും വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഈ ഭാഗത്ത് വോളിലായിട്ടാണ് കേട്ടോ ക്ലോക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും 330 270 സൈസിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഏതൊരു സാധാരണക്കാരനും കഴിയുന്ന തരത്തിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ബെഡ്റൂംസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വിൻഡോസിലായിട്ട് കർട്ടൻ വരുന്നില്ല. ഇവിടെ വോളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ശേഷം ഈ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഡോർ വരുന്ന നമ്മൾ നേരത്തെ കണ്ട ഒരു കളർ തീമിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇനി മൂന്നാമത്തെ ബെഡ്റൂം നോക്കുമ്പോൾ 285 317 സൈസിലാണ് കേട്ടോ ഈ റൂം വന്നിട്ടുള്ളത്. ഈ ബെഡ്റൂം വന്നിട്ട് ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ കോർണറിലായിട്ട് വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് വോളിലായിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലായിട്ടും വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയക്ക് വേണ്ടിയിട്ടും ബാത്റൂമിനും ഒരു സെപ്പറേറ്റ് സ്പേസ് വരുന്നുണ്ട്. അവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. വോളിലായിട്ട് ഒരു സർക്കിൾ മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ഡ്രോയറും വരുന്നുണ്ട്. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. അപ്പൊ ഇനി നമുക്ക് ആ ബാത്റൂം ഒന്ന് നോക്കല്ലേ. ഇനിയിപ്പോ ഈ ബാത്റൂം നോക്കുകയാണെങ്കിൽ 130 197 സൈസിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കിയാലോ. കിച്ചണിന്റെ ഡോർ വന്നിട്ട് വുഡിൽ ഇതുപോലെ ഗ്ലാസിന്റെ ഒരു ഡിസൈൻ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോർ ആണ് കേട്ടോ. 285 412 സൈസിലാണ് കേട്ടോ ഈ കിച്ചൺ ഇവിടെ വരുന്നത്. വർക്കേരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒത്തിരി ക്യാബിൻസ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കിച്ചണിന്റെ ഒരു ഡിസൈൻ കാണുമ്പോഴേ മനസ്സിലാവും മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ഈ കിച്ചണിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു സ്പേസിലായിട്ടാണ് കേട്ടോ ഇവിടെ ഫ്രിഡ്ജ് വരുന്നത്. ഇവിടെ വോളിലായിട്ട് വൈറ്റ് കളറിലാണ് ടൈല് വരുന്നത്. വൈറ്റ് പെയിന്റിംഗും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ വോളിലായിട്ട് ഒരു ക്ലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ എൽ ഷേപ്പിലായിട്ട് തന്നെ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. റാക്കിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ്. ഈ റാക്കിലായിട്ട് തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലും നമുക്ക് മിക്സി ഒക്കെ വെക്കാവുന്ന തരത്തിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ക്രോക്കറിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് യൂണിറ്റ് നടുക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വശത്തായിട്ടും ബ്ലാക്ക് ആൻഡ് വുഡൻ തീമിലാണ് 2 വശത്തെ ക്യാബിനും കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കിച്ചണിലേക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3 ഡോർ വിൻഡോ കാണാം. ഇനിയിപ്പോ നമ്മുടെ റാക്കിന്റെ താഴേക്ക് വരികയാണെങ്കിലും ആ ഒരു സെയിം കളർ തീമിൽ ഇതുപോലെ ക്യാബിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ റാക്കിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുപ്പിന് സ്പേസ് വരുന്നത്. അവിടെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ ഇതുപോലെ ഡോർ കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നല്ല നീറ്റ് ആയിട്ടാണ് നമ്മുടെ സിങ്കിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ ആ ഒരു വോളിലായിട്ട് തന്നെ നമുക്ക് പാത്ര സ്റ്റാൻഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീന്റെ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഒരു വോളിലായിട്ടും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. മാക്സിമം നമ്മുടെ ഈ ഒരു കിച്ചണിലായിട്ട് തന്നെ മൊത്തത്തിൽ എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ കിച്ചണിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ കിണർ വരുന്നത്. കറണ്ട് ഇല്ലാത്ത ടൈമിൽ നമുക്ക് വെള്ളം മുക്കാനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും ജസ്റ്റ് ബാത്റൂം യൂസ് ചെയ്യാനൊക്കെ വേണ്ടി ചോദിച്ചാൽ നമുക്ക് എപ്പോഴും പുറത്തൊരു ബാത്റൂം ഉണ്ടാവുന്നത് നല്ല യൂസ്ഫുൾ ആണല്ലേ. അതുപോലെ ഇവിടെ ആയിട്ടും ഒരു കുഞ്ഞു ബാത്റൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് വരുന്നത്. 111, 140 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? വെറും 980 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും സൗകര്യത്തിൽ വരുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ 18 ലക്ഷത്തിന് ഒത്തിരി വേർത്തല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഒപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.